ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് +1 ഫിസിക്സിലെ അനോമലസ് ബിഹേവിയർ ഓഫ് വാട്ടർ. നോർമൽ ലിക്വിഡ്സിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഷനും കൂൾ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രാക്ഷനുമാണ് നടക്കുന്നത്. എന്നാൽ വാട്ടർ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. വാട്ടറിനെ 0 ഡിഗ്രി സെൽഷ്യസ് മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പാൻഷന് പകരം കൺട്രാക്ഷനാണ് നടക്കുന്നത്. 4 ഡിഗ്രി സെൽഷ്യസ് വരെ വോളിയം ഡിക്രീസ് ചെയ്യുന്നു, ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. 4 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയ ശേഷം വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ലിക്വിഡ്സിനെ പോലെ വാട്ടറും എക്സ്പാൻഡ് ചെയ്യുന്നു. വാട്ടറിനെ 4 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് 0 ഡിഗ്രി സെൽഷ്യസിലേക്ക് കൂൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ടർ എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ സമയത്ത് വോളിയം ഇൻക്രീസ് ചെയ്യുന്നു. വാട്ടറിന് മിനിമം വോളിയവും മാക്സിമം ഡെൻസിറ്റിയും വരുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലാണ്. വെള്ളം 0 ഡിഗ്രി സെൽഷ്യസിലുള്ള ഐസ് ആയിട്ട് ഫ്രീസ് ചെയ്യുന്ന സമയത്ത് എക്സ്പാൻഷനാണ് നടക്കുന്നത്. ഈ ഒരു എക്സ്പാൻഷൻ കൊണ്ട് ഐസിന് വെള്ളത്തെക്കാളും ഡെൻസിറ്റി കുറവാണ്. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഐസ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നത്. വാട്ടറിന്റെ അനോമലസ് ബിഹേവിയർ കൊണ്ട് അക്വാട്ടിക് ലൈഫ് എങ്ങനെയാണ് പ്രിസർവ് ചെയ്യുന്നത് എന്ന് നോക്കാം. തണുപ്പ് കാലത്ത് ഒരു തടാകത്തിലെ മുകൾ ഭാഗത്തെ ജലം തണുത്ത് ചുരുങ്ങി താഴ്ന്നു പോകുന്നു. തടാകത്തിലെ മുഴുവൻ വെള്ളവും 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നതുവരെ ഇത് തുടരുന്നു. ഉദാഹരണത്തിന്, തടാകത്തിലെ മുകൾ ഭാഗത്തുള്ള ജലത്തിന്റെ താപനില 9 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ അന്തരീക്ഷ താപനില കുറയുന്നതിനനുസരിച്ച് ഈ മുകൾ ഭാഗത്തുള്ള ജലത്തിന്റെ താപനിലയും കുറയുന്നു. ജലത്തിന്റെ താപനില കുറയുന്നതിനനുസരിച്ച് അത് കൺട്രാക്ട് ചെയ്യുന്നു, ഡെൻസിറ്റി കൂടുന്നു. ഡെൻസിറ്റി കൂടിയ വെള്ളം താഴ്ന്നു പോകുന്നു. വെള്ളം താപനില കുറയുന്നതിനനുസരിച്ച് ഡെൻസിറ്റി കൂടുന്നത് 4 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതായത് തടാകത്തിലെ മുഴുവൻ വെള്ളവും 4 ഡിഗ്രി സെൽഷ്യസ് എത്തുന്നത് വരെ മുകൾ ഭാഗത്തെ ജലം തണുക്കുന്നതിനനുസരിച്ച് ചുരുങ്ങി താഴ്ന്നു പോകുന്നു. എന്നാൽ ഉപരിതല ജലം 4 ഡിഗ്രി സെൽഷ്യസിൽ താഴെയായി വീണ്ടും തണുക്കുമ്പോൾ വെള്ളത്തിന്റെ അനോമലസ് ബിഹേവിയർ കാരണം അത് വികസിക്കുകയും സാന്ദ്രത കുറഞ്ഞ് മുകളിൽ തന്നെ പൊങ്ങിക്കിടക്കുകയും ചെയ്യുന്നു. വെള്ളത്തിന്റെ ഈ അനോമലസ് എക്സ്പാൻഷൻ കൊണ്ട് തണുപ്പ് കാലത്ത് തടാകങ്ങളുടെ മുകൾ ഭാഗം മാത്രം ഐസായി മാറുകയും താഴെയുള്ള 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ചൂട് നിലനിർത്തിക്കൊണ്ട് ജലജീവികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഐസ് താപത്തെ കടത്തിവിടാത്തതിനാൽ മുകളിലുള്ള ഐസ് പാളി ഒരു ഇൻസുലേറ്ററായി പ്രവർത്തിച്ച് താഴെയുള്ള വെള്ളം ഫ്രീസ് ചെയ്യുന്നത് തടയുന്നു.